എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പ് വിജയത്തിന്റെ ആവേശത്തിമിർപ്പിൽ രാജ്യം മുഴുവൻ ആറാടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാഡ് ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റാർ ഓൾറൗണ്ടറും ടീം വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യയെ തേടിയെത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു നിയമക്കുരുക്കാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ശ്വാസം പിടിച്ചു നിർത്തുന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ മൂന്നാം തവണയും T20 ലോക കിരീടം ചൂടിയപ്പോൾ അത് ഹാർദിക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയനിമിഷമാകേണ്ടതായിരുന്നു. എന്നാൽ ആ വിജയലഹരിയിൽ താരം കാട്ടിയ ഒരശ്രദ്ധയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിന്റെ അഴിക്കുള്ളിലേക്ക് എത്തിക്കുമോ എന്ന ചോദ്യമാണ് കായിക ലോകത്ത് ഉയരുന്നത്. ലക്ഷക്കണക്കിന് കാണികൾ ഇരമ്പിയാർക്കുന്ന സ്റ്റേഡിയത്തിൽ കിരീടമേട്ടത്തിനു പിന്നാലെ വികാരഭരിതനായ ഹാർദിക് പാണ്ഡ്യ തന്റെ കരുത്തുറ്റ തോളുകളിൽ ദേശീയ പതാക പുതച്ചുകൊണ്ടാണ് മൈതാനത്ത് വിക്ടറി മാർച്ച് നടത്തിയത്. ആ സമയം ഹാർദിക്കിന്റെ ലേഡി ലക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെൺസുഹൃത്ത് മഹിയേക്കയും മൈതാനത്ത് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് സംഭവിച്ച അതീവ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ വലിയ നിയമയുദ്ധത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമോന്നത പ്രതീകമായ ത്രിവർണ്ണ പതാകയെ കേവലം ഒരു പുതപ്പു പോലെയോ തുണിക്കഷ്ണം പോലെയോ ശരീരത്തിൽ ചുറ്റുകയും ആ അവസ്ഥയിൽ സ്റ്റേഡിയത്തിലെ വിന്നിംഗ് പോഡിയത്തിന്റെ വിജനമായ ഒരു മൂലയിൽ മഹിയേക്കയോടൊപ്പം ഇരിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാന ആരോപണം. ഹൈ ഡെഫിനിഷൻ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പ്രകാരം പതാക ശരീരത്തിൽ ചുറ്റിയ അവസ്ഥയിൽ താരം മഹിയേക്കയുമായി അതീവ സ്വകാര്യവും റൊമാന്റിക്കുമായ നിമിഷങ്ങൾ പങ്കുവെക്കുകയും തമാശകളിൽ ഏർപ്പെടുകയും ചെയ്തു. ദേശീയ പതാകയെ ഇത്തരമൊരു സാഹചര്യത്തിൽ വസ്ത്രമായി ഉപയോഗിക്കുന്നത് ഭാരതീയ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. അഭിഭാഷകനായ വാജിദ് ഖാൻ നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹാർദിക്കിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 സെക്ഷൻ 2 പ്രകാരമാണ് കേസ്. ഇന്ത്യൻ ദേശീയ പതാകയെ പരസ്യമായോ അല്ലാതെയോ അപമാനിക്കുകയോ മര്യാദയില്ലാതെ കൈകാര്യം ചെയ്യുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പരാതിക്കാരനായ വക്കീലിന്റെ വാദം കഠിനമാണ്. നമ്മുടെ സൈനികർ അതിർത്തിയിൽ ജീവൻ നൽകി സംരക്ഷിക്കുന്ന അന്തസ്സാണ് ആ പതാക. അതൊരു സെലിബ്രിറ്റിയുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പുതപ്പായി ഉപയോഗിക്കാനുള്ളതല്ല. മഹിയേക്കയോടൊപ്പം നിലത്ത് അർദ്ധശായിയായ അവസ്ഥയിലിരിക്കുമ്പോൾ പതാക നിലത്ത് മുട്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തത് രാജ്യത്തോടുള്ള അനാദരവാണ്. ഈ സംഭവം പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയ 2 തട്ടിലായി പിരിഞ്ഞു. ഇത് വിജയത്തിന്റെ ആവേശത്തിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു മനുഷ്യസഹജമായ തെറ്റാണെന്ന് ആരാധകർ വാദിക്കുമ്പോൾ, രാജ്യം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഒരു ക്രിക്കറ്റ് താരമെന്ന നിലയിൽ ഹാർദിക് മാതൃകയാകേണ്ടതായിരുന്നുവെന്നും വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. ശിവാജി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയതോടെ പുണെ പോലീസിനും BCCIക്കും മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ നിയമം ലംഘിച്ച ഒരു സൂപ്പർ താരത്തെ രക്ഷിക്കാൻ ക്രിക്കറ്റ് ബോർഡ് ശ്രമിക്കുമോ, അഥവാ നിയമം അതിന്റെ വഴിക്ക് പോകുമോ? ഹാർദിക്കിന്റെ കരിയറിന് മേൽ ഈ വിവാദം ഒരു കറുത്ത നിഴൽ വീഴ്ത്തിക്കഴിഞ്ഞു. ദേശീയ പതാകയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഹാർദിക്കിന് കഠിനമായ ശിക്ഷ നൽകണമോ, അഥവാ അദ്ദേഹത്തോട് ക്ഷമിക്കണമോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പതാകയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.